Hi everyone. Today we are going to discuss about the line drawing algorithms in computer graphics. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് അതായത് ഒരു സ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ ടൈനി ഡോട്ട്സ് വെച്ചിട്ടാണ്. ഈ ടൈനി ഡോട്ട്സിന് നമുക്ക് പിക്സൽസ് എന്ന് പറയാം. അപ്പം നമുക്ക് എപ്പോഴാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലൈൻ ഡ്രോയിങ് അൽഗോരിതംസ് യൂസ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ടും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനകത്ത് രണ്ട് ടൈപ്പ് ലൈൻ ഡ്രോയിങ് അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് DDA അൽഗോരിതം, രണ്ടാമത്തത് ബ്രഷൻഹാംസ് ലൈൻ അൽഗോരിതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DDA അൽഗോരിതത്തെ കുറിച്ചാണ്. സോ നമുക്കിനി DDA അൽഗോരിതം എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ബ്രഷൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ DDA അൽഗോരിതം എന്ന് പറയുന്നത് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഡ്രോയിങ് അൽഗോരിതമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്താനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതിനിടയ്ക്കുള്ള ലൈൻസ് ഡ്രോ ചെയ്യുന്നതാണ് ഇതിൻ്റെ എയിം. നമുക്ക് രണ്ട് പോയിന്റ്സ് ആയിട്ടുള്ള അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റ്സും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. അതിനുശേഷം നമുക്ക് രണ്ട് കേസാണ് വരുന്നത് ഈ ഒരു സ്ലോപ്പിനെ ബേസ് ചെയ്തിട്ട്. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ആയിട്ടുള്ള xk+1ഉം yk+1ഉം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഇത്. അതായത് xk+1 എന്ന് പറയുന്നത് xk+1ഉം yk പ്ലസ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ടുള്ള വൈയുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് yk+m ആയിരിക്കും. സോ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് എക്സിന്റെ വാല്യൂ ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ m ഗ്രേറ്റർ ദാൻ 1 അങ്ങനെയാണെങ്കിൽ എക്സിന്റെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് xk+1 ബൈ എമ്മും yk+1ന്റെ എന്ന് പറഞ്ഞാൽ yk+1ഉം ആയിരിക്കും. അതായത് ഇവിടെ വൈയുടെ വാല്യൂ ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു DDA അൽഗോരിതത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെന്റ്. അപ്പോൾ DDA അൽഗോരിതംസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ DDA അൽഗോരിതംസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചസ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതിനുശേഷം രണ്ട് കേസസ് വരുന്നുണ്ട്, ആ ബേസ്ഡ് ഓൺ ദ സ്ലോപ്പ് വാല്യൂ, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്ത് പോയിന്റ്സ് കണ്ടുപിടിക്കുക എന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനേഴ്സിന് ഇത് വളരെ ഈസി ആയിട്ട് ലേൺ ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ലൈൻസ്. അപ്പം നമുക്ക് ഇതെന്തിനു വേണ്ടിയാണ്? ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലൈൻസ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈവൻ ഹൊറിസോണ്ടൽ ആകട്ടെ, വെർട്ടിക്കൽ ആകട്ടെ, ഡയഗണൽ ആകട്ടെ, അപ്പോൾ ഏത് ഡയറക്ഷനിൽ നമുക്ക് ലൈൻസ് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈസി ടു ഇംപ്ലിമെന്റ്. സോ ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള സിയിലും ജാവയിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കമ്മിങ് ടു ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് DDA അൽഗോരിതം. സോ ഇവിടെ ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻസ്. സോ നമ്മളൊരു ഫ്ലോട്ടിംഗ് ഓപ്പറേഷൻസ് അതായത് ഒരു കമ്പയർ ടു ഇൻഡിവിജ്വൽ ഓപ്പറേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് റൗണ്ടിങ് എറേഴ്സ് മേ ഒക്യുർ. സോ ഈവൻ നമ്മളിവിടെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് മേ ബി ഏതെങ്കിലും ഒരു ഡെസിമൽ പോയിന്റ്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മളിവിടെ റൗണ്ടിങ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വരയ്ക്കാനുള്ള എക്സിൻ്റെയും വൈയുടെയും പോയിന്റ്സ് നമ്മൾ എടുക്കുന്നത് റൗണ്ട് ചെയ്തിട്ടാണ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു കേസിൽ റൗണ്ടിങ് എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഇവിടെ കൂടുതലാണ്. തേർഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സ്ലോവർ ദാൻ ബ്രഷൻഹാംസ് അൽഗോരിതം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈൻ ഡ്രോയിങ് അൽഗോരിതമാണ് ബ്രഷൻഹാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ DDA അൽഗോരിതം എന്ന് പറയുന്നത് വളരെ കുറച്ചും കൂടി സ്ലോ ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു DDA അൽഗോരിതത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഡ്രോ എ ലൈൻ ഫ്രം 1,1 to 8,7 യൂസിങ് DDA അൽഗോരിതം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ്സ് ആയിട്ടുള്ള 1,1ഉം എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള 8,7ഉം ആണ്. അപ്പോൾ DDA അൽഗോരിതത്തിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ m കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1.
സോ നമ്മുടെ ഈ പോയിന്റ്സിനകത്ത് y2 എന്ന് പറയുന്നത് 7 ആണ്, y1 എന്ന് പറയുന്നത് 1 ആണ്, x2 എന്ന് പറയുന്നത് 8 ആൻഡ് x1 ഈസ് 1. ഇത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. 6/7 ഈസ് ഈക്വൽ ടു 0.9 കിട്ടും. ഇതാണ് നമ്മുടെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇത് ഏത് കേസ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. ഇപ്പം നമുക്ക് രണ്ട് കേസ് ആണുള്ളത്, കേസ് 1ഉം കേസ് 2 ഉണ്ട്. കേസ് 1 എന്ന് പറഞ്ഞാൽ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം കേസ് 2 എന്ന് പറഞ്ഞാൽ m ഗ്രേറ്റർ ദാൻ 1ഉം ആണ്. സോ നമ്മുടെ എമ്മിന്റെ വാല്യൂ ഇവിടെ എന്താണ്? 0.9 ആണ്. സോ 0.9 ലെസ് ദാൻ 1 ആണ് വരുന്നത്. അപ്പോൾ ഏത് കേസ് ഫോളോ ചെയ്യും? കേസ് 1 ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. കേസ് 1 ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് പോയിന്റ്സ് ആയിട്ടുള്ള xk+1ഉം yk+1ഉം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണിത്. ഇപ്പൊ xk+1 എന്ന് പറയുന്നത് xk+1ഉം yk+1 എന്ന് പറയുന്നത് yk+m ആയിരിക്കും. അപ്പൊ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് xന്റെ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ടേബിൾ ഫോർമാറ്റിലാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യുന്ന വാല്യൂ എക്സിന്റെ വാല്യൂ ആയതുകൊണ്ട് ഇവിടെ x2 ഈസ് ഈക്വൽ ടു, അതായത് എക്സിന്റെ വാല്യൂ 8 ആകുന്നോടം വരെ വേണം നമ്മൾ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാൻ. എപ്പോൾ എക്സിന്റെ വാല്യൂ, അതായത് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന്റെ എക്സിന്റെ വാല്യൂ 8 ആകുന്നു അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഒരു ടേബിൾ ഫോർമാറ്റിലാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് നമുക്കറിയാം 1 ആണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ്. സോ അതായത് x1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. സോ നെക്സ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തായിരുന്നു? xk+1 ആയിരുന്നു. അതായത് ഈ xkയുടെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്തു? നമ്മൾ 1ഉം കൂടി ആഡ് ചെയ്തു. സോ ആൻസർ എന്ന് പറയുന്നത് 2 ആകും. അപ്പൊ yയുടെ വാല്യൂ എങ്ങനെയായിരുന്നു? yk+m ആയിരുന്നു. അതായത് എമ്മിന്റെ വാല്യൂ എത്രയാണ്? 0.9 ആണ്. സോ 1+, അതായത് y1ന്റെ വാല്യൂ എത്രയായിരുന്നു? 1 ആയിരുന്നു. 1 + 0.9 ഈസ് ഈക്വൽ ടു 1.9 എന്ന് കിട്ടി. സോ ഈ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? റൗണ്ട് ഓഫ് ചെയ്തായിരിക്കും നമ്മൾ അതിന്റെ പ്ലോട്ടിംഗ് പോയിന്റ്സ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ 2,2 ആയിരിക്കും. 2 എന്നത് എന്തുകൊണ്ടാണ്? 1.9 എന്ന് പറയുന്നത് 0.5നേക്കാൾ കൂടുതലായതുകൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്ത് 2 ആക്കി എടുത്തു. നെക്സ്റ്റ് നമ്മൾ അടുത്ത സർക്കിളിനകത്ത് ഈ 2ന്റെ കൂടെ ആയിരിക്കണം നമ്മൾ +1 ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ കറന്റ് ആയിട്ട് കിടക്കുന്ന xkയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ 2 + 1 എന്ന് പറയുന്നത് 3 ആയിട്ട് നമുക്ക് കിട്ടും. സോ yയുടെ വാല്യൂ എങ്ങനെയാണ്? ഇപ്പോൾ കറന്റ് ആയിട്ട് കിടക്കുന്ന yയുടെ വാല്യൂ 1.9 ആണ്. അതിന്റെ കൂടെ 0.9ഉം കൂടെ ആഡ് ചെയ്യുക, 2.8 കിട്ടും. അതിന് റൗണ്ട് ചെയ്ത വാല്യൂസ് 3,3. നെക്സ്റ്റ് 3 + 1 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ 2.8ന്റെ കൂടെ 0.9 ആഡ് ചെയ്യുമ്പോൾ 3.7 കിട്ടും. റൗണ്ട് ചെയ്ത് 4,4 എന്ന് കിട്ടും. നെക്സ്റ്റ് 4 + 1 ഈസ് ഈക്വൽ ടു 5. 3.7ന്റെ കൂടെ 0.9ഉം കൂടെ ആഡ് ചെയ്ത് 4.6 കിട്ടി. സോ ഇവിടെ റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും 5,5 എന്ന് കിട്ടി. നെക്സ്റ്റ് 5ന്റെ കൂടെ +1 ചെയ്ത് 6. 4.6ന്റെ കൂടെ 0.9 കൂട്ടി 5.5 കിട്ടി. റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും 6,6 കിട്ടി. നെക്സ്റ്റ് 6 + 1 ഈസ് ഈക്വൽ ടു 7. 5.5ന്റെ കൂടെ 0.9ഉം കൂടെ കൂട്ടുമ്പോൾ 6.4 ആണ് കിട്ടുന്നത്. സോ റൗണ്ട് ചെയ്യുമ്പോൾ 7,6 എന്ന്. നെക്സ്റ്റ് 7 + 1 ഈസ് ഈക്വൽ ടു 8. 6.4ന്റെ കൂടെ 0.9 കൂടെ കൂട്ടി 7.3, 8,7 എന്ന് കിട്ടി. നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യണത്? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് നമുക്കിവിടെ എന്തായി കിട്ടി? 8 എന്ന് കിട്ടി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x2ന്റെ വാല്യൂ, അതായത് എക്സ് ആണ് ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ x2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 8 എവിടെ വെച്ച് ആകുന്നോ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഈ സൈക്കിൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സോ നമ്മൾ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ എൻഡ് പോയിന്റ് ഇവിടെ കിട്ടി അല്ലേ? നമ്മുടെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് 8,7 ആയിരുന്നു. ആ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്തു. സോ ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇനി ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കണേന്ന്. സോ ഈ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചു. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോഴേക്കും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഇനീഷ്യൽ പോയിന്റ് ആയിട്ടുള്ള 1,1ഉം കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗ്രാഫിൽ ആഡ് ചെയ്യുക. സോ ഇതാണ് 1,1.
അതുപോലെ അതിൻ്റെ എൻഡ് പോയിന്റ്സും കൂടി ആഡ് ചെയ്യുക. സോ ഇത് നമ്മൾ മസ്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഈ എൻഡ് പോയിന്റും ഈ സ്റ്റാർട്ട് പോയിന്റും ഇടയ്ക്കുള്ള ഈ ഒരു ലൈൻസ് ആണ് നമ്മൾ DD അൽഗോരിതംസ് വെച്ച് കണ്ടുപിടിച്ചത്. അപ്പം കമ്പയർ ടു, അതായത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് അല്ലേ. നമുക്ക് ഈസി ആയിട്ട് ആകെ 2-3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, 2 കേസസ്, കാരണം സ്ലോപ്പിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേസ് 1 ആണോ കേസ് 2 ആണോ എന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതിൽ നെക്സ്റ്റ് പോയിന്റ്സ് ആയിട്ടുള്ള xk+1ഉം yk+1ഉം കണ്ടുപിടിക്കുക. നമുക്ക് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാഫ് വരയ്ക്കുക. നമുക്കൊരു ലൈൻസ് അവിടെ ഫോം ചെയ്ത് കിട്ടും. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ DD അൽഗോരിതംസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.